ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായമാണ്. പരീക്ഷ വളരെ അടുത്തു, അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട POC നമുക്ക് നൽകിയ ചോദ്യങ്ങളും സമാന വാക്യങ്ങളും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ടതായി തോന്നിയ ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി പഠനത്തിലേക്ക് കടക്കാം. സ്നേഹി ഈശോയെ, അങ്ങയുടെ പീഡാസഹനങ്ങൾ ഏറെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു അധ്യായമാണല്ലോ ഞങ്ങളിപ്പോൾ പഠിക്കുന്നത്. അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. 1. ലൂക്ക 23-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തലക്കെട്ട്. എ. യേശുവിനെ വിധിക്കുന്നു. ബി. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. സി. യേശുവിൻ്റെ മരണം. ശരിയുത്തരം ഓപ്ഷൻ സി, യേശുവിൻ്റെ മരണം. 2. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? എ. ഹെറോദേസ്, ബി. പീലാത്തോസ്, സി. സീസർ. ശരിയുത്തരം ഓപ്ഷൻ ബി, പീലാത്തോസ്. 3. യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? എ. 1 പ്രാവശ്യം, ബി. 2 പ്രാവശ്യം, സി. 3 പ്രാവശ്യം. ശരിയുത്തരം ഓപ്ഷൻ സി, 3 പ്രാവശ്യം. 4. യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതെന്ത്? എ. ക്രൂശിക്കുക, ബി. ക്രൂശിക്കുക, ക്രൂശിക്കുക, സി. ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ശരിയുത്തരം ഓപ്ഷൻ സി, ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 5. യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? എ. ബറാബാസ്, ബി. ശിമിയോൻ, സി. യൂദാസ്. ശരിയുത്തരം ഓപ്ഷൻ എ, ബറാബാസ്. 6. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത്? എ. ജനങ്ങളുടെ നിർബന്ധം, ബി. ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം, സി. സമൂഹത്തിൻ്റെ നിർബന്ധം. ശരിയുത്തരം ഓപ്ഷൻ ബി, ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. 7. യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വച്ച് കുരിശ് ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര്? എ. ശിമയോൻ, ബി. യോഹന്നാൻ, സി. യാക്കോബ്. ശരിയുത്തരം ഓപ്ഷൻ എ, ശിമയോൻ. 8. കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശ് ചുമന്ന് സഹായിച്ച ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു? എ. ഗലീലിയിൽ നിന്നുള്ളവൻ, ബി. സമരിയാക്കാരൻ, സി. കിറേനക്കാരൻ. ശരിയുത്തരം ഓപ്ഷൻ സി, കിറേനക്കാരൻ. 9. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നവർ ആര്? എ. മറിയം മഗ്ദലേന, ബി. സ്ത്രീകളുടെ സമൂഹം, സി. വെറോനിക്ക. ശരിയുത്തരം ഓപ്ഷൻ ബി, സ്ത്രീകളുടെ സമൂഹം. 10. വിചാരണ വേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും അവിടുന്ന് നിന്ന് ഒരുത്തരം ലഭിക്കാത്ത ഭരണാധികാരി? എ. പീലാത്തോസ്, ബി. ഹെറോദേസ്, സി. സീസർ. ശരിയുത്തരം ഓപ്ഷൻ ബി, ഹെറോദേസ്. 11. ലൂക്ക 23:2 ന്യായാധിപ സംഘം പീലാത്തോസിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ മേൽ ചുമത്തിയ കുറ്റങ്ങളിൽ മൂന്നാമത്തേത്? എ. താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു, ബി. ജനത്തെ വഴിതെറ്റിക്കുന്നു, സി. സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ ഇ, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. 12. ലൂക്ക 23:11 പ്രകാരം തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്ത യേശുവിനോട് ഹെറോദേസ് ചെയ്ത കാര്യങ്ങളിൽ രണ്ടാമത്തേത്? എ. പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ചു, ബി. പടയാളികളോട് ചേർന്ന് നിന്ദ്യമായി പെരുമാറി, സി. അധിക്ഷേപിച്ചു. ശരിയുത്തരം ഓപ്ഷൻ സി, അധിക്ഷേപിച്ചു. 13. ലൂക്ക 23:50-51 പ്രകാരം യഹൂദരുടെ ഒരു പട്ടണമായ
അരിമത്തിയായിൽ നിന്നുള്ള ജോസഫിനെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ അവസാനത്തേത്? എ. ആലോചനാ സംഘത്തിലെ അംഗം. ബി. നല്ലവനും നീതിമാനും. സി. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവൻ. ശരിയുത്തരം ഓപ്ഷൻ സി, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവൻ. 14. ക്രിസ്തു എന്ന പദം ലൂക്ക 23 എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? എ. 2 തവണ. ബി. 3 തവണ. സി. 5 തവണ. ശരിയുത്തരം ഓപ്ഷൻ ബി, 3 തവണ. 15. ലൂക്ക 23:2 സമാനവാക്യം. അല്ല, സീസറിന് നികുതി കൊടുക്കുന്നതിന് സംബന്ധിച്ചുള്ളതാണ്. എ. മാർക്കോസ് 15:17. ബി. മത്തായി 24:48. സി. ലൂക്ക 20:25. ശരിയുത്തരം ഓപ്ഷൻ സി, ലൂക്ക 20:25. 16. ലൂക്ക 23:11 സമാനവാക്യം. അവിടെ യേശുവിനെ അധിക്ഷേപിക്കുന്നതാണ്. ഹെറോദേസ് അധിക്ഷേപിക്കുന്നതും നമ്മൾ പീലാത്തോസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഈശോ ആ അധിക്ഷേപങ്ങളും സഹനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതാണ് നമ്മളിതിൽ കാണുന്നത്. ഓപ്ഷൻ എ മാർക്കോസ് 15:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ബി. മത്തായി 19:28. സി. യോഹന്നാൻ 19:16. ശരിയുത്തരം ഓപ്ഷൻ എ മാർക്കോസ് 15:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 17. ലൂക്ക 23:18 സമാനവാക്യം. ഇവിടെ ബറാബാസിനെ വിട്ടുതരിക എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, അതിൻ്റെ സമാനവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. എ. മാർക്കോസ് 15:5. ബി. മത്തായി 27:12. സി. അപ്പോസ്തലപ്രവൃത്തി 3:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി, അപ്പോസ്തലപ്രവൃത്തി 3:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 18. ലൂക്ക 23:30 സമാനവാക്യം. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുകയെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. ഇതേ കാര്യങ്ങളാണ് സമാനവാക്യത്തിൽ വരുന്നത്. ഓപ്ഷൻ എ ഹെബ്രായർ 5:7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ബി. യെശയ്യ 53:12. സി. ഹോസിയ 10:8. ശരിയുത്തരം ഓപ്ഷൻ സി, ഹോസിയ 10:8. 19. ലൂക്ക 23:33 സമാനവാക്യം. അവർ അവനെ കുരിശിൽ തറച്ചു, ആ കുറ്റവാളികളെയും. എ. ഹെബ്രായർ 5:7. ബി. മത്തായി 19:28. സി. യെശയ്യ 53:12. ശരിയുത്തരം ഓപ്ഷൻ സി, യെശയ്യ 53:12. 53:12 പാപയോടുകൂടി അവൻ എണ്ണപ്പെട്ടു എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. 20. ലൂക്ക 23:34 സമാനവാക്യം. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. എ. സങ്കീർത്തനം 25:7. ബി. സങ്കീർത്തനം 22:18. സി. സങ്കീർത്തനം 110:1. ശരിയുത്തരം ഓപ്ഷൻ ബി, സങ്കീർത്തനം 22:18. 21. ലൂക്ക 23:36 സമാനവാക്യം. വിനാഗിരി കൊടുത്തു. എ. സങ്കീർത്തനം 25:7. ബി. സങ്കീർത്തനം 22:18. സി. സങ്കീർത്തനം 69:21. ശരിയുത്തരം ഓപ്ഷൻ സി, സങ്കീർത്തനം 69:21. 22. ലൂക്ക 23:45 സമാനവാക്യം. ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കയറി. എ. ഹെബ്രായർ 9:8. 10:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ബി. അപ്പോസ്തലപ്രവർത്തനം 13:19. സി. സങ്കീർത്തനം 31:5. ശരിയുത്തരം ഓപ്ഷൻ എ ഹെബ്രായർ 9:8. 10:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഒരു വലിയ ദൈവരഹസ്യമാണ് ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. 23. ലൂക്ക 23:46 സമാനവാക്യം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എ. ഹെബ്രായർ 9:8. ബി. അപ്പോസ്തലപ്രവർത്തനം 13:19. സി. സങ്കീർത്തനം 31:5. ശരിയുത്തരം ഓപ്ഷൻ സി, സങ്കീർത്തനം 31:5. 24. ലൂക്ക 23:53 സമാനവാക്യം. കല്ലറയിൽ സംസ്കരിച്ചു.
എ ഹെബ്രായർ 9:8, ബി അപ്പോസ്തല പ്രവർത്തനം 13:29, സി സങ്കീർത്തനം 31:5. ശരിയുത്തരം ഓപ്ഷൻ ബി അപ്പോസ്തല പ്രവർത്തനം 13:29. 25 ലൂക്ക 23:56 സമാനവാക്യം. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. എ ഹെബ്രായർ 9:8, ബി പുറപ്പാട് 12:16, 20:10, സി സങ്കീർത്തനം 31:5. ശരിയുത്തരം ഓപ്ഷൻ ബി പുറപ്പാട് 12:16, 20:10 വാക്യങ്ങൾ. സാബത്തിനെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. താങ്ക് യു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഇനി മോഡൽ എക്സാമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 5 മോഡൽ എക്സാം പ്രിപ്പയർ ചെയ്ത് എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആമീൻ. പ്രൈസ് ദി ലോർഡ്.